ഞങ്ങളവിടെ മത്സരിച്ചത് 55 സീറ്റിലാണ് കോൺഗ്രസ്. ഇടതുപക്ഷം മത്സരിച്ചത് 33 സീറ്റിലാണ്. CPM-ന് ആകെ ഒരു മുഖ്യമന്ത്രിയാണുള്ളത്. അദ്ദേഹം അവിടെ പോയിരുന്നു. CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി എവിടെയായിരുന്നു? എത്ര ദിവസം ബീഹാറിൽ ചെലവഴിച്ചിട്ടുണ്ട്? ഇടതുപക്ഷത്തിൻ്റെ 33 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. മൂന്ന് മുൻ മുഖ്യമന്ത്രിമാർക്ക് അവിടെ ചാർജ് ഉണ്ടായിരുന്നു. അവർ ഒബ്സർവർമാരുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കണ്ടിന്യൂസ് ആയി മല്ലികാർജ്ജുന ഖാർഗെയും അടക്കമുണ്ടായിരുന്നു. ഞാൻ പരമാവധി ദിവസങ്ങളവിടെ. പിന്നെ എനിക്കറിയില്ലായിരുന്നു ഗോവിന്ദൻ മാഷിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ ഞാൻ കേരളത്തിലേക്ക് വരാനേ പാടില്ല എന്നുള്ള ഒരു ഇൻഡാസ് ഗോവിന്ദൻ മാഷ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നില്ല എനിക്കറിയില്ലായിരുന്നു. അല്ല, അത് ഞങ്ങളെല്ലാം ഇന്നലെ സംസാരിച്ചിരുന്നു തേജസ്വി യാദവുമായിട്ട്. അദ്ദേഹം ഞങ്ങളെക്കാൾ കൂടുതൽ ഈ ആരോപണം ഉന്നയിക്കുന്ന കൂട്ടത്തിലാണ്. അവർ ബൂത്തുകളിലെ കൃത്യമായൊരു കണക്കും കൂടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അവർ 1-2 ദിവസത്തിനകം രംഗത്ത് വരും കൃത്യമായിട്ട്. അത് ഇപ്പോൾ ഇന്നലെ കുറേ ആൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളവിടെ മത്സരിച്ചത് 55 സീറ്റിലാണ് കോൺഗ്രസ്. ഇടതുപക്ഷം മത്സരിച്ചത് 33 സീറ്റിലാണ്. CPM-ന് ആകെ ഒരു മുഖ്യമന്ത്രിയാണുള്ളത്. അദ്ദേഹം അവിടെ പോയിരുന്നു. CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി എവിടെയായിരുന്നു? എത്ര ദിവസം ബീഹാറിൽ ചെലവഴിച്ചിട്ടുണ്ട്? ഇടതുപക്ഷത്തിൻ്റെ 33 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. മൂന്ന് മുൻ മുഖ്യമന്ത്രിമാർക്ക് അവിടെ ചാർജ് ഉണ്ടായിരുന്നു. അവർ ഒബ്സർവർമാരുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കണ്ടിന്യൂസ് ആയി മല്ലികാർജ്ജുന ഖാർഗെയും അടക്കമുണ്ടായിരുന്നു. ഞാൻ പരമാവധി ദിവസങ്ങളവിടെ. പിന്നെ എനിക്കറിയില്ലായിരുന്നു ഗോവിന്ദൻ മാഷിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ ഞാൻ കേരളത്തിലേക്ക് വരാനേ പാടില്ല എന്നുള്ള ഒരു ഇൻഡാസ് ഗോവിന്ദൻ മാഷ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നില്ല എനിക്കറിയില്ലായിരുന്നു. തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ എൻ്റെ മണ്ഡലമായിട്ടുള്ള ആലപ്പുഴയിൽ ഇങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾക്ക് ഒന്ന് വന്നു പോകാനുള്ള അനുവാദം എനിക്കില്ലായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറിക്ക് ബാധകമല്ല എന്തായാലും, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ബാധകമല്ല എന്തായാലും. പക്ഷേ ഞാനവിടെ പരമാവധി ദിവസം ചിലവഴിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ മുന്നോട്ട് അതിൻ്റെ പാർട്ടി നേതൃത്വത്തിന് അറിയാം എത്രമാത്രം പ്രവർത്തിക്കുന്നു എന്നൊക്കെ അവർക്കറിയാമല്ലോ. അത് ഞാൻ അക്കൗണ്ടബിൾ ആവേണ്ട എൻ്റെ ലീഡർഷിപ്പിനോടല്ലേ, അവർക്കറിയാമല്ലോ. നിങ്ങൾക്കിതിങ്ങനെ ഓരോ ഇലക്ഷൻ കഴിയുമ്പോൾ ശക്തമായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും പറയാൻ നിങ്ങൾക്ക്. അതൊക്കെ ഞാൻ ആ രീതിയിലേക്കാണ്. അതിലൊന്നും മറുപടിയില്ല. ഓക്കെ, താങ്ക് യു.